റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കുട്ടനെല്ല് സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് ഭാര്യ സഹോദരൻ ജെയിൻ. റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഗുരുവായൂർ നഗരമധ്യത്തിലെ തോട്ടിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നത് ദുരിതമായി മാറുന്നു. നടപടിയെടുക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പീച്ചി ഡാമിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 3 പീച്ചി ഡാമിൽ വീണ് മരിച്ച ആൻഗ്രേസിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാനാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാർ കാട്ടാന കുത്തിമറിച്ചിട്ടു. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ഈ മാസം 27, 28 തീയതികളിലാണ് ചന്ദനക്കുടം നേർച്ച. നമസ്കാരം. വാർത്തകൾ വിശദമായി. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി കരുണാലയനിൽ ബിനിൽ മരണപ്പെട്ടുവെന്നും ഒപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന ബന്ധുവും തൃശൂർ സ്വദേശിയുമായ ജെയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചത്. മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് നോർക്ക ഏകോപിപ്പിക്കും. ഇവർക്കൊപ്പം യുദ്ധമുഖത്ത് പ്രവർത്തിച്ചിരുന്ന തൃശൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം ബിനിലിന്റെ മൃതദേഹം വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള സത്വര നടപടികൾ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയുമായും ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരികയാണെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കൊട്ടുന്നല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന് ഒപ്പം പരിക്കേറ്റ ഭാര്യ സഹോദരൻ ജെയിൻ. ബിനിലിനെ 5-ാം തീയതിയാണ് മറ്റൊരു സംഘത്തിനൊപ്പം അയച്ചത്. 2ാമത്തെ സംഘത്തിനൊപ്പം പോകുന്നതിനിടെ ബിനിലിന്റെ മൃതദേഹം കണ്ടെന്ന് ജെയിൻ ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു. തൊട്ടുപിന്നാലെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ജെയിനും പരിക്കേറ്റു. ജെയിൻ ഇപ്പോൾ മോസ്കോയിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലിലാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് ഇരുവരെയും റഷ്യയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് ഡ്രോൺ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട ബിനിൽ ഓർമ്മയായത് സ്വന്തം മകന്റെ മുഖം ഒന്ന് കാണാനാകാതെ. മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും തേടി ഏപ്രിലിലാണ് നാട്ടിൽ നിന്നിവർ പോയത്. ഈ സമയം ബിനിലിന്റെ ഭാര്യ ജോയ്സി ഗർഭിണിയായിരുന്നു. ഇവരുടെ കുഞ്ഞ് ജേക്ക് ആന്റോണിയോ ബിനിലിന് 5 മാസമാണ് പ്രായം. മകനെ കാണാൻ ഉടൻ എത്തുമെന്ന് ബിനിൽ വീട്ടുകാരെ അറിയിച്ചിരുന്നു. ബിനിലിനെയും ഭാര്യ സഹോദരൻ ജെയിനിനെയും റഷ്യയിൽ നിന്ന് മോചിപ്പിക്കാൻ വീട്ടുകാർ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ബസേലിയൂസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ഭാവയുടെ ഇടപെടൽ കുടുംബത്തിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെന്നിസ് അലിപ്പോവുമായി ഭാവ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ശശി തരൂർ MP, കെ രാധാകൃഷ്ണൻ MP എന്നിവർ വിഷയത്തിൽ ഇടപെട്ടിട്ടും ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു. ബിനിലിന്റെ മൃതദേഹവും ഗുരുതരമായി പരിക്കേറ്റ ജെയിനിനെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ബന്ധുക്കൾ ഇപ്പോൾ നടത്തുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിനിടയിൽ മരണമടഞ്ഞ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബുവിന്റെ വീട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ചെന്നിത്തല മനുഷ്യക്കടത്ത് നടത്തുന്ന ഏജൻസികളെ സർക്കാർ നിയന്ത്രിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ എ പ്രസാദ്, സുന്ദരൻ കുന്നത്തുള്ളി, കല്ലൂർ ബാബു, ജെയ്ജു സെബാസ്റ്റ്യൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മന്ത്രി കെ രാജനും ബിനിലിന്റെ വീട് സന്ദർശിച്ചു. വിദേശകാര്യമന്ത്രിക്ക് ഇപ്പം തന്നെ ഞാൻ മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഈ 2 കാര്യത്തിന് വേണ്ടി. കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കരൻ ബന്ധപ്പെടുന്നുണ്ട്. ബോഡി കൊണ്ടുവരിക ഏറ്റവും പ്രധാനപ്പെട്ട. 2ാമത് അദ്ദേഹത്തിന്റെ അളിയൻ അവിടെ കുടുങ്ങി കിടക്കും, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ മെസ്സേജ് അയക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകൾ കേരളത്തിൽ ധാരാളം അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. ലൂട്ടിംഗ് ഏജൻസി ഒന്നുമല്ല. പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ആളുകളെ മോഹിപ്പിച്ച്
വിദേശത്ത് കൊണ്ടുപോയി കൂലിപ്പട്ടാളത്തിൽ ചേർക്കുക, വളരെ നികൃഷ്ടമായ ജോലികൾ ചെയ്യിക്കുക. കാരണം അവരവിടെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ റഷ്യയിൽ ഉക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഒരു ഉത്തരവാദിത്വമില്ലാതെ കൊണ്ടുപോകുന്ന ആരാണ്, ഏത് ഏജൻസിയാണ്, അവരുടെ പേരിൽ കർശന നടപടി ഉണ്ടാവുകയാണ് വേണ്ടത്. ഗുരുവായൂർ നഗരമധ്യത്തിലെ തോട്ടിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നത് ദുരിതമായി മാറുന്നു. മൂക്ക് പൊത്താതെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും നടപടിയെടുക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഒരു കാലത്ത് ശുദ്ധജലം ഒഴുകിപ്പോയിരുന്ന വലിയ തോട്ടിലൂടെ ഇന്നൊഴുകുന്നത് മലിനജലമാണ്. കറുപ്പു നിറമുള്ള ഈ വെള്ളത്തിന് രൂക്ഷഗന്ധമാണ്. നഗരത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യമാണിതെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രിയിലാണ് സ്ഥാപനങ്ങൾ മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പല സ്ഥാപനങ്ങളും പരസ്യമായി തന്നെ മാലിന്യം ഒഴുക്കുന്നുണ്ട്. ഇതിനെതിരെ വാർഡ് കൗൺസിലർ അടക്കമുള്ളവരോട് നിരന്തരം പരാതി പറയാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മമ്മിയൂർ ഭാഗത്ത് ഓടയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ സഹായിക്കുന്നില്ല. രാത്രിയിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ മൂക്കും പൊത്തിക്കൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഇതിനൊരു പരിഹാരം കാണണം. ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിപ്പോവുകയല്ലാതെ നടപടിയെടുക്കുന്നില്ലെന്നാണ് കൗൺസിലർ രേണുക ശങ്കർ പറയുന്നത്. ഈ വലിയ തോടിന്റെ ശോചനീയമായ അവസ്ഥ പല പ്രാവശ്യം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നമുക്ക് അതിന് തക്കതായ ഒരു പരിഹാരം ലഭിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. ദുർഗന്ധം കാരണം ഈ വഴി മൂക്കുപൊത്തി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കടകളിലേക്ക് ആൾക്കാർ വരാത്ത അവസ്ഥയും ഇതിന്റെ പരിസരങ്ങളിൽ പ്രവർത്തിക്കുന്ന താമസ സ്ഥലങ്ങളിൽ ആൾക്കാരെ താമസിക്കാൻ മടിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ റൂമുകൾ എടുത്തതിന് ശേഷം ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം ഇവിടുന്ന് വിട്ടുപോകുന്ന അവസ്ഥയും കൂടി ഉള്ളപ്പോ നിരന്തരമായ പരാതി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരമായിട്ടില്ല. മഴക്കാലത്തിന് മുന്നോടിയായി നഗരസഭ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ നടത്തിയിട്ടില്ലെന്നും കൗൺസിലർ പറഞ്ഞു. ദുർഗന്ധം പേറേണ്ടതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കും ആളുകൾ വരാൻ മടിക്കുകയാണെന്നാണ് മേഖലയിലെ സ്ഥാപനങ്ങളിലുള്ളവർ പറയുന്നത്. ഇവിടെ കൊതുക് ശല്യവും രൂക്ഷമാണ്. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, ഗുരുവായൂർ. പീച്ചി ഡാമിൽ റിസർവോയറിൽ വീണ് പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. പട്ടിക്കാട് മുരിങ്ങാത്തുപറമ്പിൽ ബിനോജിന്റെ മകൾ എറിനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7:44 മരണം. ഇതോടെ പീച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 3 പട്ടിക്കാട് സ്വദേശികളായ അലീന, ആൻഗ്രേസ് എന്നിവർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന നിമ ജോണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പീച്ചി ഡാമിൽ വീണ് മരിച്ച ആൻഗ്രേസിന് കണ്ണീരിൽ കുതിരുന്ന യാത്രാമൊഴി. ആൻഗ്രേസിന് അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് പട്ടിക്കാട് പാറശ്ശേരി വീട്ടിലേക്ക് എത്തിയത്. വിങ്ങിപ്പൊട്ടിയ മനസ്സും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് പ്രിയ കൂട്ടുകാരിക്ക് നാട്ടിലെയും സ്കൂളിലെയും സഹപാഠികളടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ചേതനയേറ്റ ആൻഗ്രേസിനെ കണ്ട് സങ്കടമടക്കാനാവാതെ പലരും വിതുമ്പി. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ മൂകമായിരുന്നു ഒരു നാട്. വീട്ടിലെ അന്ത്യശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം ഇടവക ദേവാലയമായ പട്ടിക്കാട് സെന്റ് സേവിയേഴ്സ് ഫൊറോനയിലെത്തിച്ചു. തുടർന്ന് ദേവാലയത്തിലെ അന്ത്യപ്രാർത്ഥനകൾക്ക് ശേഷം 11:30 സംസ്കാരം നടന്നത്. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം. ഷൂട്ടിങ്ങിന് പോയ സംഘത്തിന്റെ കാർ വെള്ളപ്പാറ ശിവക്ഷേത്രത്തിന് സമീപം കൊമ്പനാൻ ആക്രമിച്ചു. റോഡിന് നടുവിൽ നിലയുറപ്പിച്ച ആന കാറിനടുത്തേക്ക് എത്തുകയും അടിഭാഗത്ത് കുത്തുകയും ചെയ്തു. 3 അടിയോളം ഉയരത്തിൽ പൊങ്ങിയ കാർ താഴെ വീണു. ഇതിനിടെ പിന്നിൽ കിടന്നിരുന്ന മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർ ബഹളമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശത്ത് കാട്ടാനകൾ വാഹനങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടികയറി. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഖബറിടത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷാ തങ്ങൾ, മുദരിസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈതമി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജുമാഅത്ത് പ്രസിഡന്റ് PK ഇസ്മായിൽ കൊടിയേറ്റി.
ജനറൽ സെക്രട്ടറി KV ഷാനവാസ്, ഭാരവാഹികളായ TV അലി ഹാജി, TK മുഹമ്മദ് അലി ഹാജി, K സക്കീർ ഹുസൈൻ, A ഹൈദ്രോസ്, KC നിഷാദ് എന്നിവർ പങ്കെടുത്തു. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടുംവിളിക്കും തുടക്കം കുറിച്ചു. ഈ മാസം 27, 28 തീയതികളാണ് ചന്ദനക്കുടം നേർച്ച ആഘോഷിക്കുന്നത്. ധീരനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ സ്മരണ പുതുക്കി നടത്തുന്ന മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ വിളംബരം അറിയിച്ച് തുടർച്ചയായ 57ാം വർഷവും പാലക്കാട് കണ്ണമ്പ്ര KS മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ ബദരിയ മുട്ടുമലി സംഘം മണത്തലയുടെ മണ്ണിലെത്തി. നേർച്ചയുടെ പ്രധാന ആഘോഷ ദിനമായ 28 വരെ നാട്ടുകാരെ വിളിച്ചുണർത്താൻ ഉസ്താദും സംഘവും മുട്ടുംവിളിയുമായി പ്രയാണം തുടരും. 16ാം വയസ്സിൽ തുടങ്ങിയ ഹുസൈൻ ഉസ്താദിന്റെ മുട്ടുംവിളി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളായ ബദറിലെയും ഉഹദിലെയും പോരാളികളെ പ്രകീർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഇണങ്ങളുമായാണ് ഉസ്താദും സംഘവും നാടും നഗരവും ചുറ്റുന്നത്. ഇശലകളുടെ സംഗീതം ചാവക്കാടിന്റെ മുക്കിലും മൂലയിലും മുഴങ്ങി. ഓരോ വീട്ടുകാരും സംഘത്തെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. എല്ലാ കൊല്ലവും മുടക്കം വരുത്താതെ തുടർച്ചയായി മണത്തല നേർച്ചയ്ക്കായി എത്തുമെന്നും ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്നും ഉസ്താദ് ഹുസൈൻ പറഞ്ഞു. ഒരു കൊല്ലവും മുടക്കാതെ 57ാമത്തെ വർഷമാണ് ഈ മണത്തല ഹൈദ്രോസ് പാപ്പാൻ്റെ മക്ബറയിൽ ഈ കൊടിയേറ്റത്തിന് വന്നിട്ടുള്ളത്. ഇനിയും കയ്യിൽ കൊയൽ പിടിക്കുന്ന കാലത്തോളം ഈ പരിപാടി അതിമനോഹരമായിട്ട് നടത്തും. താബൂത്ത് കാഴ്ചയിലെ നിറസാന്നിധ്യമാണ് മുട്ടുംവിളി. വരും നാളുകളിലെ നേർച്ചാഘോഷത്തിന് മാറ്റുരയ്ക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഈ സംഘം. TCV ന്യൂസ്, ചാവക്കാട്. മഴയിലും ആഘോഷം ചോരാതെ ഒന്നാം താലപ്പൊലി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം താലപ്പൊലി നാൾ ഉത്സവപ്രേമികൾക്ക് ഹൃദ്യമായ അനുഭവമായി മാറി. തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ദാവസം അച്യുതൻകുട്ടി കോലമേന്തി. എഴുന്നള്ളിപ്പിന്റെ തുടക്കത്തിൽ പരക്കാട് തങ്കപ്പൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് കിഴക്കൂട്ടനിയൻ മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വലിയ ആനപ്പന്തലിൽ എത്തിയ സമയത്ത് മഴ പെയ്തത് ആശങ്ക സൃഷ്ടിച്ചു. തുടർന്ന് 3 ആനകളെ വടക്കേ നടയിലെ നടപ്പന്തലിന് സമീപം അണിനിരത്തി എഴുന്നള്ളിപ്പ് തുടർന്നു. ചൊക്കന മുപ്ലി മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം തടയാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും കർഷകരും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. ജനകീയ സമിതിക്ക് രൂപം നൽകി പ്രദേശവാസികൾ. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പെന്ന നിലയിൽ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു വക നടപടികളും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ വരുന്ന 23-ാം തീയതി കാലത്ത് ചാലക്കുടി മേൽപ്പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ DF ഓഫീസിൻ്റെ മുന്നിലേക്ക് ജനകീയ പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ സമീപപ്രദേശത്തെ കർഷകരും സഹകരിച്ചാണ് ഇത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചൊക്കന മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി 100-ലേറെ കാട്ടാനകളാണ് തമ്പടിച്ചിട്ടുള്ളത്. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നുന്നതിനാൽ മരങ്ങളും നശിച്ചുപോവുകയാണ്. ചൊക്കന, കാരിക്കടവ്, മുപ്ലി പ്രദേശങ്ങളിൽ മാത്രം 100-ലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഒരു 5 വർഷം മുമ്പ് വരെ 3-4 ആനകളുണ്ടായത് ഇപ്പോൾ 60-70 ആനകൾ ഓരോ ദിവസവും തോട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടം മേഖല മാത്രമല്ല, അടുത്തുള്ള കൃഷി സ്ഥലങ്ങൾ എല്ലാം ആനയും പുലിയും അങ്ങനെ വന്യമൃഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റ് അധികാര കേന്ദ്രങ്ങളോ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ്. വന്യമൃഗങ്ങളെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഭയാനകമായ സ്ഥിതിയാണ് നായാട്ടുകുണ്ട് ചൊക്കന മേഖലയിലുള്ളത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് വിട്ടുവരാനും പോകുമ്പോഴെല്ലാം റോട്ടിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ആനകളുടെ
നിൽപ്പ് അത് ഞങ്ങളെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. നായാട്ടുകുണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 23-ന് ചാലക്കുടി DFO ഓഫീസിലേക്ക് പ്രദേശവാസികൾ മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും. TCV ന്യൂസ്, കൊടകര. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് താഴെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലത്തിന്റെ കോൺക്രീറ്റ് പില്ലറിന് താഴ്ഭാഗത്തായിട്ടാണ് 35 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതര സംസ്ഥാനക്കാരനാണെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ പരിസരത്ത് കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഷൊർണൂർ CI V രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. ഷൊർണൂർ നഗരസഭാ കൌൺസിലർ EP നന്ദകുമാർ സ്ഥലത്തെത്തിയിരുന്നു. അരിമ്പൂരിൽ കാർ മിനി ലോറിയുമായി കൂട്ടിയിടിച്ച അപകടം. കാർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശിനി സ്നേഹയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് സ്വദേശികളായ കുടുംബം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാഹനപൂജ നടത്തി മടങ്ങുമ്പോഴായിരുന്നു അപകടം. കാറിന്റെ മുൻവശം തകർന്നു. ഗുരുവായൂർ കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം അടുപ്പുകൾ ഒരുക്കി 150 സ്ത്രീകളാണ് പൊങ്കാല അർപ്പിച്ചത്. മേൽശാന്തി പോന്നേരി ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ PK മോഹനൻ, P ഗോപാലകൃഷ്ണൻ, MV അശോക് കുമാർ, കാർത്തികേയൻ പുത്തൻപുരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപിന്റെ പുതിയ ഓഫീസ് ചേലക്കര കുറുമല റോഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ ആരംഭിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായി. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KP നബീസ അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MM വർഗീസ്, BJP നേതാവ് കണ്ണൻ, INL നേതാവ് ഷാജി പള്ളം, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാബിറ, KK മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂരിപക്ഷത്തോടുകൂടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം, ആ തെരഞ്ഞെടുപ്പ് സമയത്ത് LDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രദീപിന് കിട്ടി. തെരഞ്ഞെടുപ്പ് റിസൾട്ട് ചാവക്കാട് നഗരസഭയുടെ 14ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വികസന സെമിനാർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KA രമേഷ് കുമാർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന സലീം, സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൾ റഷീദ്, PS ബുഷറ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വധശ്രമ കേസ് പ്രതികളായ 4 പേരെ ആലപ്പാട് സെന്ററിൽ നിന്ന് പോലീസ് സാഹസികമായി പിടികൂടി. കളമശ്ശേരി പോലീസാണ് അന്തിക്കാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത്. പ്രതികൾ 2 ദിവസമായി ആലപ്പാട് കുണ്ടോളിക്കടവ് ഷാപ്പ് പ്രദേശത്ത് തങ്ങിയിരുന്നതായി പറയുന്നു. ഇതിൽ ഒരാൾ പോലീസുകാരനെ വെട്ടിയ കേസിൽ പ്രതിയും കാപ്പ പ്രകാരം നാട് കടത്തപ്പെട്ട ആളുമാണ്. അറസ്റ്റിലായവർ തിരുവനന്തപുരം, എറണാകുളം സ്വദേശികളാണെന്നാണ് സൂചന. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ തിരുനാളിനോടനുബന്ധിച്ച് ഉയർത്തിയ കൊടി താഴ്ത്തുന്നതിനെ ചൊല്ലി തർക്കം. പള്ളി വികാരി താഴ്ത്തിയ കൊടി ഒരു വിഭാഗം വിശ്വാസികൾ വീണ്ടും ഉയർത്തി. തിങ്കളാഴ്ചത്തെ രാത്രിയിൽ അമ്പു പ്രദക്ഷിണത്തിന് ശേഷം മേളങ്ങളുടെ അകമ്പടിയോടെയാണ് പള്ളി വികാരി കൊടിയിറക്ക് ചടങ്ങ് നടത്തിയത്. എന്നാൽ ഇതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്ത് വരികയായിരുന്നു. വർഷങ്ങളായി തിരുനാളിന് ഉയർത്തുന്ന കൊടി 8ാം ഇടത്തിനാണ് താഴ്ത്തുകയെന്ന് വിശ്വാസികൾ തർക്കമുന്നയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനമായില്ല. പിന്നീട് ഒരു വിഭാഗം വിശ്വാസികളുടെ നേതൃത്വത്തിൽ ദേവാലയത്തിന് മുന്നിലെ കൊടിമരത്തിൽ വീണ്ടും കൊടി ഉയർത്തുകയായിരുന്നു. പുണ്യാളന് ഉപചാരം ചൊല്ലി വരാക്കരയിൽ പൂരം പുറപ്പാട്. മതസാഹോദര്യ ചടങ്ങിന് സാക്ഷിയായത് 100 കണക്കിന് ആളുകൾ.
വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായാണ് അത്യപൂർവമായ ചടങ്ങ് നടക്കുന്നത്. വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിന്റെ കീഴ്ഘടകമായ വരന്തരപ്പള്ളി തെക്കുമുറി പൂരസെറ്റ് കരയോഗത്തിന്റെ പുലർച്ചെയുള്ള എഴുന്നള്ളിപ്പ് പള്ളിക്കുന്ന അസംഷൻ പള്ളിക്ക് മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചെമ്പട്ടെടുത്ത് അരമണി കെട്ടി വെളിച്ചപ്പാട് അന്തോണീസ് പുണ്യവാളന് മെഴുകുതിരി തെളിയിക്കും. തുടർന്ന് പറ നിറച്ച ശേഷം ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാട് പുണ്യാളിന് അരിയും പൂവും എറിഞ്ഞ ശേഷമാണ് വരാക്കര പൂരത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിന് പങ്കെടുക്കാൻ പുറപ്പെടുന്നത്. ആനപ്പുറത്ത് പുറപ്പെടുന്ന ഭഗവതി സഹോദരനായ പുണ്യാളനെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന ഉപചാരം പറഞ്ഞാണ് യാത്രയാകുന്നത്. 1945 മുതലാണ് തെക്കുമുറി സെറ്റ് കപ്പേളയിൽ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. ക്ഷേത്രവും 3 ഏക്കർ 46 സെന്റ് സ്ഥലവും ചീനത്ത് കുട്ടപ്പായിൽ നിന്നും മണ്ണമ്പേട്ട ഈഴവ സമാജം ഭാരവാഹികൾ തീർവിലയ്ക്ക് ഏറ്റുവാങ്ങിയപ്പോൾ മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുക കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൂരം നടത്തുമ്പോൾ രാവിലെയുള്ള എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രം വെളിച്ചപ്പാട് വരന്തരപ്പള്ളി പൂരം സെറ്റിന്റെ ഒപ്പം പുറപ്പെടുന്നതിന് അന്നേ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അത് ഇന്നും തുടരുന്നു. പൂരത്തിന്റെ തലേന്ന് നടക്കുന്ന ചമയ പ്രദർശനത്തിന് വികാരിയുടെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനവും പതിവ് ചടങ്ങാണ്. TCV ന്യൂസ്, പുതുക്കാട്. പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ തിരുനാളിന് ശനിയാഴ്ച കൊടിയേറും. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിക്കും. ഞായറാഴ്ച പ്രദക്ഷിണം, അമ്പ് പ്രദക്ഷിണം എന്നിവ നടക്കും. തിങ്കളാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് നവവൈദികർ കാർമ്മികരാകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കുമെന്ന് ഫാദർ ബിനോയ് പൊഴലിപ്പറമ്പിൽ, AV തോമസ്, ജോബി ജോൺ ചെറിയത്ത്, ജോയ് അഞ്ചേരി എന്നിവർ പങ്കെടുത്തു. നാട്ടുകൂട്ടം പുറനാട്ടുകരയുടെ ആഭിമുഖ്യത്തിൽ പുറനാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനിയിൽ തിരുവാതിര മഹോത്സവം സംഘടിപ്പിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റ് സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകൂട്ടം പുറനാട്ടുകര പ്രസിഡന്റ് മനീഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. പുറനാട്ടുകര സംസ്കൃത യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഡോക്ടർ C. ശാന്ത, നാട്ടുകൂട്ടം രക്ഷാധികാരി VS ഹരികുമാർ, വാർഡ് മെമ്പർ AB ബിജീഷ്, കുടുംബശ്രീ സീരിയസ് ചെയർപേഴ്സൺ ശ്രീബ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ധനുമാസം തിങ്കളിൽ തിരുവാതിര വന്നല്ലോ കൃഷ്ണ കൈതൊഴാം. മാള മേലടൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. ഫാദർ ഡേവിസ് കിഴക്കുന്തല കൊടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കുമെന്ന് വികാരി ഫാദർ ജോസ് പാലാട്ടി, ഡെന്നി ആന്റണി, ജോയ് വർഗീസ്, TJ സനോജ് എന്നിവർ അറിയിച്ചു. നവീകരിച്ച ചെമ്മണ്ണൂർ പുത്തൻകുളം ബുധനാഴ്ച തുറന്നു നൽകും. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് പുത്തൻകുളം നവീകരിച്ചത്. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് തുക ലഭ്യമായത്. വേൾഡ് റെക്കോർഡ് കരാട്ടയിൽ തിളങ്ങി 3.5 വയസ്സുകാരി സമൃദ്ധി. പ്രകടനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഈ കുട്ടിപ്രതിഭ ഏവരുടെയും കയ്യടി നേടി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാട്ടയുടെ ലോക റെക്കോർഡ് പെർഫോമൻസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായാണ് സമൃദ്ധി L. അനു ശ്രദ്ധ നേടിയത്. പുനലൂർ കോട്ടവട്ടം അംഗൻവാടി വിദ്യാർത്ഥിനിയായ സമൃദ്ധി കരാട്ടെ കാറ്റഗറി 4-ൽ ബ്ലൂ ബെൽറ്റ് നേടിയാണ് ലോക വേൾഡ് പെർഫോമൻസിൽ 6012 പേർ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായത്. മാവേലിക്കര പ്ലാവിലയിൽ അനു ലാവണ്യ ദമ്പതിമാരുടെ മൂത്ത മകളാണ് സമൃദ്ധി. കരാട്ടയിൽ ഗ്രീൻ ബെൽറ്റ് നേടിയ പിതാവ് UAE-യിൽ ജോലി ചെയ്യുകയാണ്. 14 വർഷമായി കരാട്ടെ അഭ്യസിപ്പിക്കുന്ന മാതാവ് ലാവണ്യ പുനലൂർ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരാട്ടെ അധ്യാപികയാണ്. 21 വർഷമായി കരാട്ടയിൽ സജീവമായി കൊല്ലം ജില്ലയിലെ ചീഫ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന അമ്മാവൻ കൂടിയായ ലിബിനാണ് സമൃദ്ധിയുടെ പരിശീലകൻ. വീട്ടിൽ കളിക്കുമ്പോൾ തന്നെ അമ്മാവൻ നിർദ്ദേശിച്ച ചില ചലനങ്ങൾ കുഞ്ഞുനാളിൽ അടിസ്ഥാന ചലനങ്ങളോട് സാമ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് 1.25 വയസ്സിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. 1.5 വർഷത്തിനകം വിദ്യാർത്ഥി അമ്പരപ്പിക്കുന്ന ബ്ലൂ ബെൽറ്റ് കരസ്ഥമാക്കി. കളരി അഭ്യസിച്ച അമ്മയുടെ അമ്മ ജലജയാണ് കുടുംബത്തിന് കരാട്ടയിൽ മികവ് പുലർത്തുന്നതിന് പ്രചോദനം നൽകിയത്. ഇത്രയും ചെറുപ്രായത്തിലുള്ള കുഞ്ഞുമിടുക്കിയുടെ പ്രകടനം മൈതാനത്ത് തിങ്ങിക്കൂടിയ ആയിരങ്ങൾക്ക് അപൂർവ കാഴ്ചയായി. TCV ന്യൂസ്, കുന്നംകുളം.
ഗുരുവായൂർ പേരകം തേക്കിൻകാട് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. ചുവല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. പേരകം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിന് ശേഷം വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം വരവുമുണ്ടായിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം നടക്കൽപ്പറ സമർപ്പണം നടന്നു. പ്രസിഡന്റ് ബേബി കരിപ്പോട്ട്, സെക്രട്ടറി ശശി ആനക്കോട്ടിൽ, ഗജാൻജി സുകുമാരൻ ഇരിഞ്ഞിയിൽ, സോമനാഥൻ കടാങ്കര, ഇ വി ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂർ ശ്രീ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരമഹോത്സവം ഭക്തിസാന്ദ്രമായി. പാലയൂർ പവിത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിറയാട്ടം, വെള്ളാളൂർ കലാസമിതിയുടെ അകമ്പടിയോടുകൂടിയ പൂത്താലം ശ്രീകൊട്ടിക്കൽ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി എ ചന്ദ്രൻ, സെക്രട്ടറി സി ബി സുരേന്ദ്രൻ, ട്രഷറർ സി എൻ ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം മേത്തല വില്ലേജ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. മുതിർന്ന CPM നേതാവ് അമ്പാടി വേണുവിന് ആദ്യം മെമ്പർഷിപ്പ് നൽകി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് സെക്രട്ടറി MK സഹീർ അധ്യക്ഷത വഹിച്ചു. KK അബീദ് അലി, MS മോഹനൻ, രമേശ് ബാബു, EJ ഹീര, ബൈജു നിയാസ്, AP മൈക്കിൾ, ശോഭ, രതീഷ രാധാകൃഷ്ണൻ, ബൈജു എന്നിവർ സംസാരിച്ചു. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദീപാഞ്ജലി ആഘോഷം നടന്നു. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പസ്വാമിയുടെ തിരുനട കേന്ദ്രീകരിച്ച് 3008 എള്ള് തിരികളിലെ ദീപപ്രഭയിൽ ക്ഷേത്രം വർണ്ണാഭമായി. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കാനായി എത്തി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3348 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കൊട്ടുനല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് ഭാര്യ സഹോദരൻ ജയിൽ. റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടലുണ്ടായില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഗുരുവായൂർ നഗരമധ്യത്തിലെ തോട്ടിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നത് ദുരിതമായി മാറുന്നു. നടപടിയെടുക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പീച്ചി ഡാമിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 3 പീച്ചി ഡാമിൽ വീണ് മരിച്ച ആൻഗ്രേസിന് കണ്ണീരിൽ കുതിരുന്ന യാത്രാമൊഴി. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാന ആക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാർ കാട്ടാന കുത്തിമറിച്ചിട്ടു. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ഈ മാസം 27, 28 തീയതികളിലാണ് ചന്ദനക്കുടം നേർച്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.